ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇത് കാണണം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് നമുക്കിത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇപ്പോൾ ഫോർമുല ഓർമ്മയില്ലെങ്കിലും ഞാൻ പറയുന്ന രീതിയിൽ എഴുതിയാൽ കിട്ടും ആൻസർ. ഫോർമുല പ്രകാരം തന്നെയാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് യു ഇൻറ്റു വി അല്ലേ, ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ 2 ബ്രാക്കറ്റ് എഴുതി വെക്കാം. ഓക്കെ ആണോ? ആദ്യം തന്നെ ഇങ്ങനെ 2 ബ്രാക്കറ്റ് എഴുതി വെക്കാം. ആദ്യത്തെ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ തന്നെ എഴുതാം. സെക്കൻഡ് ബ്രാക്കറ്റിൽ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലാണ് എഴുതേണ്ടത്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. കാരണം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓർത്ത് നോക്കിയ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോർമുല ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അത് മറക്കരുത്, സ്റ്റാർട്ടിങ് മറക്കണ്ട. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ തന്നെ എഴുതി, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എഴുതി. ഇനി മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എന്നാണ് ഫോർമുല. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, അങ്ങനെയല്ലേ പഠിച്ചത്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ആദ്യത്തെ ബ്രാക്കറ്റിനകത്തുള്ള ആൾ ആരാണോ അയാളുടെ ഡെറിവേറ്റീവ് എഴുതി വെക്കാം. ഞാൻ ഫസ്റ്റ് സെക്കൻഡ് എന്നൊന്നും പറയുന്നില്ല. ആദ്യത്തെ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയ ടേമില്ലേ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതി വെക്കാം. രണ്ടാമത്തെ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്ന ആൾ ആരാണോ അയാളെ അതേപോലെ തന്നെ പകർത്താം. ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അത് ചെയ്യാനായിട്ട്. ഇങ്ങനെ വരും. അപ്പോൾ എങ്ങനെയാണെന്നൊരു പറഞ്ഞുതരാം. യു ഇൻറ്റു വി വന്നു കഴിഞ്ഞാൽ 2 ബ്രാക്കറ്റ് ഇടാം. ആ ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ തന്നെ എഴുതാം. സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഇവിടെ എഴുതി വെക്കാം. മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എഴുതാം. ഫസ്റ്റ് ബ്രാക്കറ്റിനകത്തുള്ള എക്സ്പ്രഷൻ്റെ ഡെറിവേറ്റീവ് എഴുതി വെക്കാം. സെക്കൻഡ് ബ്രാക്കറ്റ് എന്താണോ അത് അതേപോലെ തന്നെ പകർത്താം. അപ്പോൾ യു വി എന്നൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് സൈൻ ആദ്യമേ തന്നെ എഴുതുമ്പോൾ മൈനസ് എക്സ് കോസ് എക്സ് വരും. മൈനസ് എക്സ് കോസ് എക്സ്. പിന്നെ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടല്ലേ, ഈ മൈനസും പുറത്തുള്ള മൈനസും കൂടിയും പ്ലസ് ആവും. പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എഴുതാൻ പറ്റില്ലേ? സോ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് എന്താണ് ഇൻ്റഗ്രൽ കോസ് എക്സ്? സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലേ. ഇൻ്റഗ്രൽ കോസ് എക്സ് സൈൻ എക്സ് ആണ്. പ്ലസ് സി, ഇതാണ് ആൻസർ.